എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന എപ്പിസോഡ് 5 ആയിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു റോഡ് വൈകി നമ്മൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു. നമുക്ക് ഒറ്റ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ വയസ് മറ്റാനും കൂടി കൂട്ടിയിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. ഇതാ നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വീൽസ് ഉണ്ടാക്കുമ്പോൾ വയസ് മച്ചാൻ പറയുന്നുണ്ട് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീൽസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാത്തത്. ഞാൻ ഇഷ്ടംമാതിരി സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതന്നെ വയസ് മച്ചാൻ്റെ ബിൽഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഇഷ്ടംമാതിരി സ്ഥലം കാര്യങ്ങൾ. അപ്പോൾ ഇതിന് മുമ്പ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഇതിന് മുമ്പ് ഈ ഒരു ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ അവിടെ വരെ അങ്ങ് അറ്റം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു ഫ്ലാറ്റൊക്കെ മാറി. കാരണം താമസിക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ഒന്ന് വെക്കാൻ ആയിരുന്നു. 5 ദിവസത്തേക്ക് ഒരായാണ് എന്തെങ്കിലും വെക്കാം. റേറ്റ് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഫ്ലാറ്റ് ഞാൻ ഏകദേശം ഈ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇവിടെ ആയിരുന്നു നമ്മൾ ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും അത് ഇന്ന് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ വൈഎസ് മച്ചാൻ്റെ വീഡിയോ പോയിട്ട് കോൺക്രീറ്റ് മേടിക്കാം. ഞാൻ പറഞ്ഞ 30 കോൺക്രീറ്റ് അത് അവന് കൊണ്ടുവന്നില്ലേ. അത് കിട്ടിയിട്ട് കുറച്ചും കൂടി സുഖമായിട്ട് നമുക്ക് ഉണ്ടാകാമായിരുന്നു. നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ചിലപ്പോൾ വൈസ് മച്ചാൻ ആ ഒരു കോൺക്രീറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അതായിരുന്നു ഏറ്റവും എളുപ്പം. വൈറ്റ് ആണെങ്കിൽ വൈസ് മച്ചാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അവനെ കാണുന്നില്ല ഗൈസ്. ഏതായാലും വൈസ് മച്ചാൻ വരട്ടെ. പിന്നെ കുറേ ദിവസമായില്ലേ ഗൈസ് നമ്മൾ വീഡിയോ കിട്ടിയിട്ട്? ഏകദേശം ഒരാഴ്ച ആയി. 4 ദിവസം ഒരു 4-5 കുറച്ച് ദിവസം ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇനി ഇങ്ങനെ വീഡിയോ അങ്ങനെ എപ്പോഴും വരില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുള്ളൂ. നമ്മൾ ഒട്ടും ടൈം അങ്ങനെ ലാഗ് അടുപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സുഖേഷ് നമ്മളെ വൈഎസ് മച്ചാൻ ഏതായാലും പറഞ്ഞൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ വൈറ്റ് കോൺക്രീറ്റ് ഡയമണ്ട് കൊടുക്കാണ്ട് വൈഎസ് മച്ചാൻ്റെ കടയിൽ നിന്ന് എടുക്കാം. പിന്നെ ഞാൻ 30 ഡയമണ്ട് എടുത്തിട്ട് മേടിക്കൂലേ, അപ്പോൾ അവന് ആ ഒരു ശർക്കരന 3 കുറച്ചിട്ട് എനിക്ക് തരും എന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ഇത് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ ആയിരുന്നു വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റോൺ എടുക്കാന്ന് വെച്ചാൽ വയസ് മച്ചാൻ എന്തോ ബിൽഡൊക്കെ ഉണ്ടാക്കേണ്ടതാണെന്ന് പറഞ്ഞ് അപ്പോൾ എടുത്തതാണ്. പിന്നെ ഗൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ ശേഷം നമ്മളെ ഇത് റെഡിയാക്കിയിരുന്നു. എന്ത് നമ്മുടേതാ ഈ ആർമറും അതേപോലെ തന്നെ വെസ്റ്റ് കാര്യങ്ങളൊക്കെ വൈസ് മച്ചാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്ത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു, ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ XP ഫാം പോയിട്ട് നമ്മൾ വൈസ് മച്ചാൻ ഏതായാലും വന്നിട്ടുണ്ട്. വൈസ് മച്ചാൻ പറഞ്ഞതായിരുന്നു ഒരു വൈറ്റ് കോൺക്രീറ്റ് എടുത്തിട്ട് അവൻ നമുക്ക് ശർക്കര തരും. ആ ശർക്കരയിൽ 27 വൈറ്റ് കോൺക്രീറ്റ് ഉണ്ടാവും ഗൈസ്. അപ്പോൾ ആ 27 വൈറ്റ് കോൺക്രീറ്റിൽ നിന്ന് 3 അവൻ കുറയ്ക്കും. ആ 3 നമ്മൾ ഇവിടുന്ന് നേരത്തെ എടുക്കുക. അപ്പോൾ 3 നമ്മൾ കുറച്ച് നേരത്തെ എടുക്കും. എന്നിട്ട് ഗൈസ് ബാക്കി 24 അവൻ എനിക്ക് തരും. 24 സ്റ്റാക്ക്. സോ നമ്മളിപ്പോൾ ഈ സ്റ്റോൺ എടുത്തതെന്ന് വെച്ചാൽ വയസ് മച്ചാൻ എന്തോ അവൻ്റെ പച്ചക്കുട്ടിക്ക് നീലക്കുട്ടിക്ക് എന്തോ ബിൽഡ് ഉണ്ടാക്കാനായിരിക്കും. വയസ് മച്ചാൻ ആടുണ്ടെന്ന് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും വയസ് മച്ചാൻ എടുത്ത് കൊണ്ടുപോയിട്ട് ഇത് കൊടുക്കാം സ്റ്റോണ്. സോ ഗൈസ് നമ്മളേതായാലും നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ വൈഎസ് മച്ചാൻ പറഞ്ഞിട്ടുള്ളത് അവനിങ്ങനെയാണ് വേണ്ടത്. ഏതായാലും ഇങ്ങനെ തന്നെ കൊടുക്കാം. ഗൈസ് വൈഎസ് മച്ചാൻ ഏതായാലും സ്റ്റോൺ ബ്രിക്സ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈഎസ് മച്ചാൻ ഹലോ, നീ കുറച്ച് സ്റ്റോൺ ബ്രിക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എടുത്തു കേട്ടോ. പിന്നെ നീ പറഞ്ഞാൽ തന്നെ വൈറ്റ് കോൺക്രീറ്റ് എടുത്തു 3. സോ ഗൈസ് നമ്മൾ വൈഎസ് മച്ചാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരു ഐഡിയ വൈസ് മച്ചാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വൈസ് മച്ചാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റ് കോൺക്രീറ്റ് മാത്രമല്ല, നമുക്ക് വേറെ ഒരു കളറ് കോൺക്രീറ്റ് നമുക്ക് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു. വൈറ്റ് കോൺക്രീറ്റ് മാത്രമല്ല വേറെ ഏത് കളറ് കോൺക്രീറ്റും പറയും. ഗസ്റ്റ് ഹൗസാ നമ്മൾ കോൺക്രീറ്റ് നമുക്ക് വേറെ കളറും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. സോ ഇപ്പം നമ്മൾ
മാറ്റാൻ പോകുന്നത് ഫസ്റ്റത്തെ ഫ്ലോർ ഒരു ബ്ലൂനോണ്ടാക്കാം. ഇക്കാര്യത്തിന് നമുക്ക് തൊട്ടെടുക്കാം. പിന്നെ നമുക്ക് ഓറഞ്ച് 3, പച്ച 3. ഓക്കെ മിസ്, ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ അവിടെ പോയിട്ട് ഈ ഒരു സാധനങ്ങളെല്ലാം തന്നെ അവിടെ കൊണ്ടുപോയി വെക്കണം. എനിക്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ഞാനൊക്കെ വീടൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങളെ അറിയിക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്ന കുറച്ചിതില്ല, അതൊക്കെ എടുത്ത് ചാനലിൽ കൊടുക്കുക. ഓക്കെ ഗൈസ്, നമ്മളേതായാലും വയ്യ ഉണ്ടാക്കാൻ ഡേർട്ട് എടുക്കാൻ പറഞ്ഞു. ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ അറിയിക്കാം. സോ ഗൈസ്, നമ്മളേതായാലും നമ്മൾ ഇൻറ്റീരിയർ പണിയല്ല, നമ്മളെ ഈ കല്ലൊക്കെ ഒന്ന് വെച്ച് വീട് കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗൈസ് നമ്മൾ വയസ്സിനടുത്ത് ടോട്ടൽ 8 കോൺക്രീറ്റിനത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതാ ഗൈസ് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലേ, ഇതൊരു റൂമാക്കിയിട്ട് ഇവിടെ 2 വാതിൽ ഇങ്ങനെ വെക്കും. 2 വാതിൽ വെച്ചതിന് ശേഷം ഇവിടെ സൈൻ ബോർഡ് ചെയ്തു 3rd ഫ്ലോർ അങ്ങനെ കറക്റ്റ്. പിന്നെ ഇത് ലിഫ്റ്റാണ് ഗൈസ്, ഇതാണ് നമ്മളെ. ഓക്കെ, ഇത് 2nd ഫ്ലോർ എന്ന് പറഞ്ഞ് ചെയ്തു. ഇത് 2nd ഫ്ലോർ എന്ന് പറഞ്ഞ് ചെയ്തു. പിന്നെ ഗൈസ് അപ്പോൾ വന്നിട്ട് ഇവിടെ ഞാൻ ഡോർ വെച്ചിട്ട് അതേമാതിരി ചെയ്തു. അടിയിൽ ഓറഞ്ച് ആയിരിക്കും, ഇതാണ് എന്തത് ഇങ്ങനെ. ഓക്കെ, നമ്മൾ ഒറ്റ കണ്ടു. ഓക്കെ, ഇത് 1st ഫ്ലോർ. അങ്ങനെ എനിക്ക് ഡോറും പോയി ക്രാഫ്റ്റ് ചെയ്യണം. പിന്നെ ഇത് ഗ്രൗണ്ട് ഫ്ലോർ അങ്ങനെ പറഞ്ഞ് ചെയ്തു. പിന്നെ ഇവിടെ കുറച്ച് ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്ത് വരാനുണ്ട്. പിന്നെ എനിക്കൊരു പ്രഷർ പ്ലേറ്റ്, അത് ഇൻറ്റീരിയർ വർക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധനം ഉഷാറായിട്ട് പണി മൊത്തം കഴിച്ച് കഴിക്കണം. നമ്മൾ ലിഫ്റ്റ് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ടോപ്പിലേക്ക് വരാം. ഏറ്റവും ടോപ്പ് കുറച്ചും കൂടി കലാപരിപാടികളൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ ഈ ഡേർട്ട് നമ്മൾ വൈസ് മച്ചാൻ്റെ അടുത്ത് നിന്നായിരുന്നു എടുത്ത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഡേർട്ട്. പിന്നെ മറ്റേ അല്ല ഓക്കിൻ്റെ വ്യൂസിൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ ഓക്ക് എന്താ പറയുക എടുക്കാൻ വേണ്ടി പോയിട്ടില്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അപ്പോൾ ക്രാഫ്റ്റ് ചെയ്തെടുത്തതാണ് ഓക്കിൻ്റെ ലീവ്സ്. പിന്നെ ഫുഡ് ചെയ്യാനായി, ഫുഡ് വേണം. ഓക്കെ, ഇതൊക്കെ വിളിച്ച നമുക്ക് ഏതായാലും ഞാൻ ഇപ്പോൾ വന്നത് ഒരു നീല അതെടുക്കാനാണ്. ഓക്കെ, ഇത് 6 വണ്ണുണ്ട്. നമ്മൾ ഇതിട്ട് ഇപ്പോൾ വയസ്സിൻ്റെ വീഡിയോ എന്നുള്ള കോൺക്രീറ്റൊക്കെ നമ്മൾ തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്. പണി പെട്ടെന്ന് പോകണം. ഫുഡ് എവിടെ? ഫുഡ് പിന്നെ നമ്മൾ വയസ്സിന് ഏതായാലും ഒരു സ്റ്റാക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല സ്റ്റാക്കല്ല, 10 ഡയമണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെവിനെ കൊടുക്കുന്ന പറഞ്ഞിട്ട് കൊടുത്താണ്. സോ നമുക്ക് ഏതായാലും പിന്നെ നമ്മൾ വൈഎസ് മച്ചാൻ അവൻ്റെ പച്ചക്കുട്ടിക്ക് നീലക്കുട്ടിക്ക് എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണിയിലായിരുന്നുകൊണ്ട് തന്നെ എന്നെ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. വൈസ് നമുക്ക് ഏതായാലും ഞാനും ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണാൻ പോകുന്നത്. വൈസ് മച്ചാൻ്റെ ബിൽഡിംഗ് ആൾക്കാരുടെ വീട്ടിലാണ് നീലക്കുട്ടിക്ക് പച്ചക്കുട്ടിക്കുള്ളത്. ഞാൻ കൊടുത്ത 10 ഡയമണ്ട് എന്ന് പറഞ്ഞ ഡയമണ്ട് ബ്ലോക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ കയറി നോക്കിയേക്കാം. വാവ്, അടിപൊളി. ഈ നടുവത്തെ എന്തിനാ ഡയമണ്ട്? നടുവത്തത് വൈഎസ് മച്ചാൻ ഇരിക്കാൻ തോന്നുന്നു. ഫുൾ സെറ്റപ്പാണ്. സീന് കൈസ്. വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ നീലക്കുട്ടി പച്ചക്കുട്ടി ഇത് അടിപൊളിയായിട്ട് കേട്ടോ ഗൈസ്. ഇതിന് എല്ലാവരും വൈഎസ് എന്നൊരു കമൻറ്റ് ചെയ്താൽ അടിപൊളിയാണ്. ഇത് ബഗ് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബാക്കിയുള്ള പണികൾ കാര്യങ്ങളൊക്കെ പോവാം. ഞാൻ ആ പണി അവിടെ ബാക്കി വെച്ചിട്ടാണ്. അതെന്താ ബബിള്? ബഗ്ഗാണ് ഗൈസ്. ഇത് ബഗ് റോക്കാണ്, ബെഡ് റോക്ക് അല്ല, ബഗ് റോക്ക്. സോ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടോ, പ്രശ്നമൊക്കെ ഉണ്ടോ, നിങ്ങൾ ക്ഷമിക്കുക. കാരണം നമ്മൾ വലിയ പ്രോ പ്ലെയർ ഒന്നുമല്ല. ഈ മൊബൈൽ വെർഷന് നമ്മളൊക്കെ അത്ര എയിമല്ലാത്ത എയിമാക്കണം. നമ്മളിവിടെ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ കുറച്ച് സീറ്റ് കാര്യങ്ങൾ വെക്കും. പിന്നെ ഇവിടെ റിസപ്ഷൻ ഒരു ഏരിയ വെക്കും. നമ്മളെ റൂം ഇങ്ങോട്ടാണ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ അതാ നമ്മൾ ഇവിടെ ഈ ഒരു സ്ഥാനത്ത് ഈ ഒരു അവിടെ ആയിട്ട് നമ്മൾ 1st ഫ്ലോർ ഓറഞ്ച് കളറിന് എഴുതി വെക്കും.
ഇവിടെ സെക്കൻഡ് ഫ്ലോറ് ഗ്രീൻ കളറ്, ഇവിടെ തേർഡ് ഫ്ലോർ ബ്ലൂ കളറ്. നിങ്ങൾ റിസപ്ഷൻ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നമ്മൾ പറയണം. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കീ തരും. എന്നിട്ട് ഇവിടെ ഡോറ് വെച്ചിട്ട് കീ വെച്ച് തുറന്ന് കയറാണ് ചെയ്യാറ്. ഉള്ളിൽ നമ്മൾ പ്രഷർ പ്ലേറ്റ് വെക്കും അവരൊക്കെ ഈസി ആയിട്ട് പുറത്തിറങ്ങാൻ. ഓക്കെ, പൈസ ആകുമ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഇതും കൂടി ഫുള്ളും കഴിയട്ടെ. പിന്നെ നമ്മൾ ഈ വീടിൻ്റെ ഏറ്റവും മേലേക്ക് വരണം. പിന്നെ ഈ വീടിൻ്റെ ഒരു ഏറ്റവും മേലെ കുറച്ച് അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആക്കണം. ഒരു എന്തെങ്കിലും കേസ് ആക്കാം നമുക്ക്. ആ ഒരു ഐഡിയ വരുമ്പോൾ ആക്കണ്ട്. ഓക്കെ, നമ്മളെ വൈഎസ് മച്ചാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഒരു ഇവിടെ വന്നിനി വൈഎസ് മച്ചാൻ സജസ്റ്റ് ചെയ്യാണ് ഇവിടെ ഒരു പൂൾ ഉണ്ടാക്കാൻ, ഈ ഒരു ഏരിയയിൽ പൂൾ ഉണ്ടാക്കാൻ. വൈഎസ് മച്ചാൻ സജസ്റ്റന്മാർ നമ്മൾ എന്തായാലും ഇവിടെ ഒരു പൂള് ഉറപ്പായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. നമുക്ക് അതിൻ്റെ റീസോഴ്സസ് കളക്ട് ചെയ്യാം. നമുക്കിപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഇത് വെക്കാം. എല്ലാം ഉണ്ട്. ഞാൻ ഏതായാലും ഇൻറ്റീരിയർ വർക്കൊക്കെ പിന്നീട് ചെയ്യുന്ന ഇങ്ങോട്ട് പറഞ്ഞതല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ആ പൂളോട്ട് ചെയ്തേക്കാം. ഇൻറ്റീരിയർ കുറച്ച് കാര്യങ്ങളൊക്കെ സാധനം കളക്ട് ചെയ്തിട്ട് ലേശം എടുക്കാറ് പണിയാണ്. എടുക്കാറല്ല, നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ആക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു ഫ്ലാറ്റ്. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ വർക്ക് നമുക്ക് പിന്നെ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കാണുന്ന 33 ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഒരാൾ കമൻറ്റ് ചെയ്യില്ല, ഒരാൾ ലൈക്ക് ചെയ്യില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ നിങ്ങൾ എന്തായാലും നിങ്ങളിപ്പോൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരാനൊന്നും പോകുന്നില്ല. ഒന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടം വരാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാം. പിന്നെ എനിക്കതൊരു ഇതായോ ഒരു എമറാൾഡിന് ഒരു സീഡ് ഏറ്റവും ബെസ്റ്റ് ട്രേഡ് കേട്ടോ. ഒരു എമറാൾഡിന് ഒരു സീഡ്. എന്താണ്ടാ എൻ്റെ മുതലാളി ഇങ്ങനെ ആയത്? ഇവൻ തൊട്ടിട്ടോ പോഷൻ കുടിക്കില്ലേ? ഇൻവിസിബിൾ ഇടക്ക് ഇൻവിസിബിൾ അടിച്ചിട്ട്. സോ അപ്പം നമ്മൾ ഇന്ന് ആ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ, ഫ്ലാറ്റിൻ്റെ ആ ഒരു റൂം കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിരുന്നു. അപ്പം ഇന്നത്തെ ഫ്ലാറ്റിൻ്റെ പരിപാടി കഴിഞ്ഞ് അടുത്ത വീഡിയോ നമ്മൾ ഇൻറ്റീരിയർ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തതിൻ്റെ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മൾ ഏതായാലും ഉള്ളത് പണി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിന്. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നിന്നത്. പക്ഷേ പിന്നെ ഇപ്പോൾ പണിയൊക്കെ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പം ഇൻറ്റീരിയർ ഇതാട്ടോ. പക്ഷെ അപ്പം മേലുള്ള എല്ലാ സ്ഥലവും നിങ്ങൾക്ക് പൊട്ടിച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ കാണിച്ച് തരണമെന്നില്ലല്ലോ. നമ്മൾ ഇൻറ്റീരിയർ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സയാൻ മച്ചാനൊക്കെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വീട് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവന് താമസിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആർക്കും അവനെ താമസിക്കാൻ കഴിയും. അവനിപ്പോൾ വേണേൽ ഈ വീട് തന്നെ അവൻ്റെ പെർമനൻ്റ് ആക്കാം. ഇത് തന്നെ 2 ദിവസത്തേക്ക് ഒരു ടൈം അയണാണ്. അപ്പോൾ കുറച്ച് ഇത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഇതാണ് നമ്മുടെ റൂമിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്, ഫർണസ് ഉണ്ട്, ചെസ്റ്റ് ഉണ്ട്, എൻ്റർ ചെസ്റ്റ് ഉണ്ട്, അതുപോലത്തെ ഒരു ബെഡും ഇത് നമുക്ക് തരാൻ സാധിക്കുള്ളൂ. പിന്നെ കീ ഇതാണ്. ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ചിട്ട് പേര് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. പിന്നെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പുറത്തുനിന്ന് എല്ലാം കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇതൊക്കെ പുറത്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ആദ്യം ഉള്ളോട്ടേക്ക് കയറുമ്പോൾ കാണിച്ചതാണ് പുറത്ത് നമ്മുടെ സോഫ മാതിരി വെയിറ്റ് ആണുള്ളത്. പിന്നെ ഇവിടെ എൻ്റർ ചെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥാനത്ത് കയറുമ്പോൾ എനിക്ക് ഇവിടെ റിസപ്ഷൻ നിൽക്കാനുള്ളതാണ്. ഇവിടെ 3 കീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കും. കീ തരും, അത് വെച്ച് പോവുക. പിന്നെ എനിക്ക് ഇവിടെ സൈൻ ബോർഡ് കാര്യങ്ങൾ വെക്കണം. പിന്നെ ഗൈസ് ഇവിടെ മറ്റേ ആ ഒരു കൊമ്പ് അത് വെക്കണം. അപ്പോൾ അതൊക്കെ അത്യാവശ്യം പണി ഉണ്ടായിരുന്നു. പിന്നെ വൈഎസും കൂടി ഉണ്ടായിരുന്നു ഗൈസ്. ഉണ്ടാക്കും വൈഎസും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്നത്. എത്രം ഇപ്പോൾ ഈ സമയം ഏതായാലും 3/4 മണിക്കൂറായി ഗൈസ് ആ ഒരു വീടുണ്ടാക്കാൻ തുടങ്ങിയിട്ട്. സാധനങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനാണ് പിന്നെയും പണി കിട്ടുക. പിന്നെ കുറേ സാധനങ്ങളൊക്കെ എൻ്റെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനാണ്.
അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് ആ ലിവറൊക്കെ ഒന്ന് നമുക്ക് ഇവിടുന്ന് ഒരു അതിന് നമുക്കിതാ ബാക്കി എന്ത് സാധനങ്ങൾ മൊത്തം എടുത്തില്ല. പിന്നെ അതിന് ശേഷം കൈ പൂള ഇതിന് ആവശ്യമില്ല. ഇതങ്ങനെ കിട്ടി നോക്കട്ടെ. പിന്നെ നമ്മുടെ ഞാൻ വൂള് ഇവിടുന്ന് എടുത്തതാണ് കാർപ്പറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വൂള് ഇവിടുന്ന് കുറച്ച് വൂളൊക്കെ മെയിൻ ചെയ്തിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ന് വെച്ചാൽ പിന്നെ റിപ്പയറിങ്. സോ പൈസ നമുക്ക് ഏതായാലും ഒരു പൊട്ടാനായത് വേണ്ട, നമുക്ക് പുതിയതിനെ ഒന്ന് എടുക്കാം. അനിയസിൻ്റെ വാളൊക്കെ പോയി. സോ പൈസ നമുക്ക് ഏതായാലും നമുക്ക് അവിടേക്ക് പോടേക്ക് നമുക്ക് ഏതായാലും നമ്മുടെ ഇവിടെ ഫ്ലാറ്റിലേക്ക് പോയിട്ട് നമുക്ക് ആദ്യത്തിൻ്റെ റിപ്പയറൊക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മളെ കീസ് കാര്യങ്ങളൊക്കെ റിപ്പയർ ആണ്. അപ്പോൾ എനിക്ക് മേലെ പോയിട്ട് ആ കീ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ വന്ന് റിപ്പയർ ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ആൻവിൽ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും മേലോട്ടേക്ക് പോയി സൈൻ ബോർഡ് അതിനൊക്കെ വെക്കാനുണ്ട്. പിന്നെ നമ്മളിതാ ഈ ഒരു കീ പൊട്ടിച്ചെടുത്ത് ഒന്ന്, രണ്ടാമത്തെ കീ പൊട്ടിച്ചെടുത്ത് റൂമൊക്കെ കാണിച്ചതല്ലേ ഗൈസ്. പിന്നെ എല്ലാത്തിൻ്റെ അടിയിലൊക്കെ അതിൻ്റെ കാർപ്പറ്റ് ഞാൻ വലിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കീ പൊട്ടിച്ചെടുത്ത് നമ്മൾ ഈ 3 കീയും ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ഒന്നും കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ വേക്കടിച്ചിട്ട് ഓറഞ്ച് റൂം എടുക്കാം. അടുത്തത് ബ്ലൂ റൂം എടുക്കാം. ഇതിൻ്റെ സ്മോൾ മതി. ബ്ലൂ റൂം അത് കഴിഞ്ഞിട്ട് ഈ ലിവറിൽ ഗ്രീൻ റൂം എന്നും കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ആൻവിൽ പൊട്ടിച്ചെടുക്കാം. ഇതിന് ശേഷം 3 കീയും ഈ ഒരു ചെസ്റ്റിനോട്ട് വെക്കാം. ഓറഞ്ച്, ഗ്രീന്, ബ്ലൂ. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നിലവിൽ 3 എണ്ണമാണുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ മറ്റേ ഇത് വെക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതവിടെ കണ്ടില്ല, എൻ്റെ കണക്ക് വെച്ചിട്ട് ക്യാമറ പിന്നെ ഒരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ട് ആ ഒരു ഇത് വെക്കണം. ഇന്നത്തെ വീഡിയോസ് മെയിനായിട്ട് ആ ഒരു ഫ്ലാറ്റ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം ഗൈസ്. ആ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയണം. നമുക്ക് ഗൈസ് ഒരു സൈൻ ബോർഡ്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്രാഫ്റ്റ് ചെയ്യാൻ വേറെ കുറച്ച് സൈൻ ബോർഡ് ആണെങ്കിൽ കുറച്ച് ഐറ്റം ഫ്രെയിം, 2 ക്യാമറ പോരാ. എൻ്റെ അടുത്ത് ബ്ലേസറോടില്ല. പോയി ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. സൈൻ ബോർഡ് അവിടെ നമുക്ക് ഒരു 4 സൈൻ ബോർഡ് വേണ്ടി വരും. എവിടെ നമുക്ക് നേരത്തെ ടിക്ക് കൊടുക്കാം. സൈൻ ബോർഡ് സ്റ്റിക്ക് വേണം.
നമുക്ക് എത്ര വേണ്ടേ? 4 ഓക്കെ. Then we can make some this. ഒക്കെ സെറ്റ്. ബാക്കി വരുന്ന ഐറ്റംസ് ഇതാ ഇതിലേക്ക് വെക്കാം. അതിന് വേണ്ടിയിട്ടുള്ള വടി ഇത് 1-2 ഉള്ളൂ. നമുക്ക് വേണം ഒന്നുകൂടി ക്രാഫ്റ്റ് ചെയ്യാം. ഈ ഗൈസ് നമുക്ക് പോയിട്ട് ബ്ലേസ് സെറ്റ് ചെയ്യണം. ഈ എലൈറ്റർ നല്ല യൂസ്ഫുൾ ആണ്. ജമ്പ് വർക്കായിട്ട് എലൈറ്ററിലൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗൈസ് നമ്മൾ ഏതായാലും ഇതിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ടായിരുന്നില്ലേ? ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്നത് നമ്മളെ ബ്ലേസ് റോഡ് വെച്ചിട്ട് കുറച്ച് ഫർണസ് 2 കൂടി ഉണ്ടാക്കാനായിരുന്നു. ബ്ലേസ് റോഡ് വൈസ് ഓൾറെഡി കറക്റ്റ് ചെയ്ത് വെച്ചതാണ്. ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നമുക്കില്ല. ഓക്കെ, 2 കൂടി 2 കൂടി സെറ്റ്, മൊത്തം സെറ്റായി. ഇനി ബ്ലേസ് റോഡ് തിരിച്ചിട്ട് അതിൽ തന്നെ വെക്കാം. ശേഷം ഏതായാലും അങ്ങോട്ടേക്ക് പോകാം. ഗൈസ് അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു സാധനം വെച്ചിട്ട് ഇവിടെ ഗൈസ് ഇവിടെ നമുക്ക് ഇവിടെ 1 2 3 ഒന്നുകൂടി മേലാക്കാൻ ആശയം റിസ്ക്കാണ്. ചാടിയിട്ടാണ് 2 അല്ലേ ഉള്ളൂ മനുഷ്യന്. ഓക്കെ, നമ്മളിത് പൊട്ടിച്ചെടുക്കാം. അതിന് ശേഷം ഗൈസ് നമുക്ക് ഇത് ഇവിടെ വെക്കാം. ഒരു മെയിൻ സാധനം എടുക്കാൻ മറന്നുപോയി. വേണ്ട ശേഷം നമുക്ക് പിന്നെ തൂക്കി വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാം. ലാൻഡുകൾ കൊണ്ടുവരാൻ മറന്നുപോയി. 1 2 3 4 ഓക്കെ. അത് കഴിഞ്ഞ് സൈൻ ബോർഡ് അത് നേരെ തിരിഞ്ഞിച്ച് കഴിഞ്ഞല്ലേ വെക്കണ്ടേ? സാരല്ല. एक साइन बोर्ड इधर, ശേഷം RD ഫ്ലാറ്റ്, അതിന് ശേഷം നമുക്ക് ഈ ഒരു സാധനം വെച്ചതിന് ശേഷം ഇവിടെ നമ്മളെ ഈ ഒരു സാധനം ഇങ്ങനെ നീട്ടി കൊടുത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ബാക്കിയൊക്കെ എന്നിട്ട് ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മേളിലൊക്കെ ലൈറ്റും അതേപോലെ തന്നെ മറ്റേ ഇവിടുത്തെ വെക്കാനുള്ള ലൈറ്റും പിന്നെ ഇതിൻ്റെ മേലെ വെക്കാനുള്ള കളറൊക്കെ ആയിട്ട് ഇപ്പം ഇതൊക്കെ എടുത്ത് വരാം. നമ്മൾ ലാൻഡേൺ കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫ്ലാറ്റിലേക്ക് പറന്ന് പോയിട്ട് സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ച് ഫുൾ സെറ്റാക്കാം. അതോടൊക്കെ ഈ ഫ്ലാറ്റിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലാറ്റിന് 10ൽ എത്ര റേറ്റിംഗ് ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബ്ലൂ ഡൈ കൊണ്ടുവന്നിട്ടുണ്ട്, അടുത്തുകൂടെ വെച്ച് കൊടുക്കാം. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ ഓരോരോ സ്ഥലത്ത് സൈൻ ബോർഡ് അവിടെ വെക്കണം. ഓക്കെ, ഞാൻ ഈ സൈൻ ബോർഡ് കഴിഞ്ഞില്ലല്ലോ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് എന്ന് പറയുമ്പം ഇത്ര ഓറഞ്ചോ ഗ്രീനാന്നാണ്. ഗ്രീൻ ഫസ്റ്റ് വേണ്ട, നമുക്കിത് പൊട്ടിച്ചിട്ട്
ഇവിടെ എഴുതിയേക്കാം. നമുക്കിവിടെ ഫസ്റ്റ് ഫ്ലോർ എത്ര ഇനി നമ്മൾ ഏതായാലും ഫസ്റ്റിൻ്റെ ശേഷം എന്തൊക്കെ മിസ്റ്റേക്ക് ഫസ്റ്റ് ഫ്ലോർ വെക്കാം. അതിന് ശേഷം ഫസ്റ്റ് ഫ്ലോർ ഏതായിരുന്നു ഗൈസ്? നമുക്ക് ബ്ലൂ അല്ല, ഓറഞ്ച് റൂമായിരുന്നു. ഓറഞ്ച് റൂം ഈ ചെങ്ങായൊരു പറഞ്ഞ് വെറുപ്പിച്ച് ഗൈസ്. ഓറഞ്ച് റൂം. ഓക്കെ, തേർഡ് ഫ്ലോറ് ബ്ലൂ റൂം. ഓക്കെ ഗൈസ്, അത് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമുക്ക് നേരെ മേലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിലത് ഓറഞ്ച് റൂം. ഓക്കെ, നമുക്കിവിടെ അതന്നെ എഴുതിയേക്കാം. ഫസ്റ്റ് ഫ്ലോർ അതിൽ ഓറഞ്ച് റൂം എടുക്കാം. ഇവിടെ ചെയ്തല്ലോ ശുദ്ധ എഴുതിയേക്കണ്ടല്ലോ, നമ്മൾ അടിയിൽ എഴുതി വെച്ചല്ലേ. ഫസ്റ്റ് ഫ്ലോർ നിൽക്കുക, അടിയിൽ എഴുതി വെച്ചതാണ്, അപ്പോൾ അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഫ്ലോർ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒക്കെ എഴുതിയൊക്കെ ഇട്ട് എന്നിട്ട് നമ്മൾ കാണാം. ശേഷം നമ്മൾ ഏതായാലും അതാ എല്ലാത്തിൻ്റെ പണി കഴിച്ചിട്ടുണ്ട്. ടോർച്ച് ഇപ്പോൾ അവിടെ കിട്ടിയാണ്. സോ നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ മെയിനായിട്ട് ഫ്ലാറ്റ് ആയിരുന്നു. നമ്മൾ ഏതായാലും ഫ്ലാറ്റിൻ്റെ പണി കഴിഞ്ഞ് ഗൈസ്. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ സ്റ്റേ ട്യൂൺ. നമ്മളെന്തായാലും പെട്ടെന്ന് വരും. പിന്നെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ മേലെ പൂൾ ഉണ്ടാക്കണം. അതൊക്കെ നമ്മൾ പിന്നീട് ഉണ്ടാക്കും. ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. Drunk and tipsy in the shop, Carl and Curry on the house, vibing with the nut bomb, tripping on a good to